ലവിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ രണ്ട് പാർട്ട്നേഴ്സിനും പരസ്പരം അവരുടെ ലവ് ലാംഗ്വേജ് മനസ്സിലാക്കാൻ സാധിക്കണം. സോ ഒരു നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഗാരി ചാപ്മാൻ ദ 5 ലവ് ലാംഗ്വേജസ് എന്ന ബുക്കിലൂടെ ഷെയർ ചെയ്യുന്നത്. അതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ലവ് ഈസ് എ ഹ്യൂമൻ നീഡ്. സ്നേഹം എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്, അല്ലേ? മനുഷ്യരുടെ ഒരു യൂണിവേഴ്സൽ ഗോളാണ് എന്ന് പറയാം. അതിപ്പോൾ നമ്മൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരായിക്കോട്ടെ, നമ്മുടെ സൊസൈറ്റി ഏതുമായിക്കോട്ടെ, വാട്ട് എവർ, നമുക്ക് എല്ലാവർക്കും ലവ്, സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടാകും. പക്ഷേ ഓരോരുത്തർക്കും ലവ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും, യുണീക്ക് ആയിരിക്കും. ഗാരി പറയുന്നത് ആക്ച്വലി ലവ് എന്നത് നിങ്ങളുടെ ഇമോഷണൽ ഹെൽത്ത് അല്ലെങ്കിൽ ഇമോഷണൽ ഫുൾഫിൽമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ്. അതായത് ഇപ്പോൾ ചില ആളുകൾക്ക് ഇഷ്ടം തോന്നുന്നത് ആളുകളോടായിരിക്കാം, ചിലർക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആയിരിക്കാം, ചിലർക്ക് എന്തെങ്കിലും ഐറ്റംസിനോടായിരിക്കാം. ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. നമ്മളുടെ എല്ലാവരുടെയും ജീവിക്കാനുള്ള ഒരു ഫ്യൂവൽ എന്ന് പറയുന്നത് സ്നേഹം തന്നെയാണ്. ലവ് ഇല്ലെങ്കിൽ അവിടെ നമ്മളുടെ ഇമോഷണൽ നീഡ്സ് ഒന്നും ഫുൾഫിൽ ചെയ്യാൻ സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ, പരസ്പരം സ്നേഹമില്ലാത്ത ഒരു വിവാഹബന്ധം ഒരിക്കലും നന്നായിരിക്കില്ല. അവർക്കൊരിക്കലും ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുമാത്രമല്ല, അത് അവരുടെ ജീവിതത്തിലെ മറ്റുള്ള ഭാഗങ്ങളെ കൂടി അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. റൈറ്റ്? ചില ആളുകൾ ഭയങ്കര റിച്ച് ആയിരിക്കും, ഒരുപാട് പണവും സമ്പത്തും ഒക്കെ ഉണ്ടാകും. പക്ഷെ എന്താ, ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയോട് സ്നേഹം ഉണ്ടാവില്ല. എങ്ങനെ ഉണ്ടാവും അവരുടെ ലൈഫ്? ബാഡ്, മിസറബിൾ, അല്ലേ? സോ ലവ് ഈസ് എ ഹ്യൂമൻ നീഡ്. കമ്മ്യൂണിക്കേഷൻ ഈസ് എസെൻഷ്യൽ. ടൈമിനനുസരിച്ച് നമ്മളുടെ റിലേഷൻഷിപ്പ് എങ്ങനെ അഡാപ്റ്റ് ആവണം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗാരി ലവിൻ്റെ കുറച്ച് സ്റ്റേജസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അതിലെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻ ലവ് ഫിനോമിനൻ എന്ന സ്റ്റേജാണ്. ഇതൊരു അട്രാക്ഷൻ്റെ പുറത്താണ് സംഭവിക്കുന്നത്. ഈ ഒരു ഫേസിൽ ഫുൾ ടൈം നിങ്ങൾക്ക് ആ ഒരു ആളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യണം എന്നാവും ആഗ്രഹം. അത് വളരെ ഒബ്സസീവ് ആയിരിക്കും. ഇതിന് കാരണം നമ്മളുടെ റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു എവല്യൂഷണറി ഡ്രൈവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇനീഷ്യൽ ഫേസിൽ നമ്മൾ അധികം ചിന്തിക്കില്ല, ലോജിക്കലി കാര്യങ്ങൾ അധികം ആലോചിക്കില്ല. സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ദൊറോത്തി 100-ലധികം കപ്പിൾസിനെ പഠിച്ചതിന് ശേഷം കണ്ടെത്തിയൊരു കാര്യമാണ് മിക്ക റിലേഷൻഷിപ്സിൻ്റെയും ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 2 വർഷം മാത്രമാണ്. ഈ ഒരു ഇൻ ലവ് ഫിനോമിനൻ ഫേസ് കഴിഞ്ഞാലുണ്ടല്ലോ പലരും ഈ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യും. സോ ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നറിയോ? കമ്മ്യൂണിക്കേഷൻ. അതായത് സംസാരിക്കുക, പരസ്പരം ഓപ്പൺ ആവുക, കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുക. അപ്പോഴേ നിങ്ങളുടെ ഇമോഷണൽ നീഡ്സിനെ മീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ട്രൂ ലവ് ഈസ് അബൌട്ട്. പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബുക്ക് വാങ്ങി വായിക്കുകയല്ല ചെയ്തത്, പകരം ഈ ബുക്കിൻ്റെ ഓഡിയോ ബുക്ക് സമ്മറി കേൾക്കുകയാണ് ചെയ്തത് കുക്കു FM-ലൂടെ. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സാമ്പിൾ കേൾപ്പിച്ചു തരാം. നല്ല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്നേഹത്തെ എക്സ്പ്രസ് ചെയ്യുക. നമ്മുടെ വാക്കുകൾ വളരെ ശക്തമായ ഒരു ടൂളാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇത്തരത്തിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ബുക്സിൻ്റെ ഓഡിയോ ബുക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കുക്കു FM. 10,000+ ഹവേഴ്സ് ഓഫ് ലൈബ്രറിയാണ് ഇതിലുള്ളത്. അത് നമ്മളെ സ്വന്തം മലയാളത്തിൽ തന്നെ കേൾക്കാൻ പറ്റും. പിന്നെ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് അങ്ങനെ മറ്റുള്ള ലാംഗ്വേജസും ഉണ്ട്. സോ ഇവരുടെ ഒരു വർഷത്തെ മെമ്പർഷിപ്പ് പ്ലാൻ എന്ന് പറയുന്നത് 399 രൂപയാണ്. പക്ഷേ നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 199 രൂപ കൊടുത്താൽ മതി, പകുതി പൈസ കൊടുത്താൽ മതി. ഒരു വർഷത്തേക്കുള്ള പ്ലാനാണ്. സോ താല്പര്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ്, അണ്ടർസ്റ്റാൻഡ് യുവർ പാർട്ട്നേഴ്സ് ലവ് ലാംഗ്വേജ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ ആൾക്കാർക്കും ലവ് എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സ്നേഹം അവർ ഫീൽ ചെയ്യുന്നതും എക്സ്പ്രസ് ചെയ്യുന്നതും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. ദാറ്റ് ഈസ് അവരുടെ ലവ് ലാംഗ്വേജ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ നിങ്ങളുടെ പാർട്ട്ണറുടെ ഈ ലവ് ലാംഗ്വേജ് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അത് കുറച്ച് ടൈം ആൻഡ് എഫേർട്ട് എടുക്കുന്ന ഒരു സംഭവം കൂടിയാണ്. ഒരു പാർട്ട്ണർ ഇൻകറക്റ്റ് ആയിട്ട് മറ്റേ ആളുടെ ലവ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്താൽ തന്നെ അത് ആ റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്യും. രണ്ടാൾക്കാർക്കും സെയിം ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും സെയിം ലവ് ലാംഗ്വേജ് ഉണ്ടാവണം എന്നില്ല. സോ അത് നന്നായിട്ട് ഒബ്സേർവ് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, ക്വാളിറ്റി ടൈം ഈസ് ടൈം വെൽ സ്പെൻറ്റ്. ഒരു റിലേഷൻഷിപ്പിന് വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ടെക്നോളജി കാരണം ഡിസ്ട്രാക്റ്റഡ് ആവുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഓരോ സമയത്തും നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുടെ സ്ഥാനത്ത് ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ അവിടെ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. നമ്മൾ മനുഷ്യരായതുകൊണ്ട് തന്നെ സമയം എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ഇവിടെ ക്വാളിറ്റി ടൈം വേണം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പാർട്ട്ണറും ഒരേ റൂമിൽ ഇരിക്കുകയാണ്, പക്ഷേ രണ്ടുപേരും അവരുടെ ഫോണിൽ നോക്കിയിരിക്കുകയാണ്.
ഇതൊരിക്കലും ഒരുമിച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുകയാണ് എന്ന് പറയാനായിട്ട് പറ്റില്ല. അതല്ല വേണ്ടത്. ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ ടൈം സ്പെൻഡ് ചെയ്യണം. സംസാരിക്കുക, അതേപോലെ മറ്റ് പല ആക്ടിവിറ്റീസ് ചെയ്യുക. ലൈക്ക് പാർക്കിൽ പോവുക, ഗാർഡനിങ്, ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കുക. അങ്ങനെ രണ്ടുപേർക്കും കൂടി ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാതെ സ്വസ്ഥമായിട്ട് സമയം ചെലവഴിക്കാനായിട്ട് കഴിയണം. അതാണ് ക്വാളിറ്റി ടൈം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ പിന്നീട് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് നല്ല ഓർമ്മകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സർപ്രൈസ് യുവർ പാർട്ട്ണർ വിത്ത് ഗിഫ്റ്റ്. സമ്മാനങ്ങളെ സ്നേഹത്തിൻ്റെ വിഷ്വൽ സിമ്പലായിട്ടാണ് ഗാരി ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതും സർപ്രൈസ് ആയിട്ട് കൊടുക്കുമ്പോഴാണ് അത് കൂടുതൽ എഫക്റ്റീവായിട്ട് മാറുന്നത്. അതും അതിൻ്റെ വിലയിലോ അല്ലെങ്കിൽ അതിൻ്റെ വലുപ്പത്തിലോ ഒന്നും അല്ല കാര്യം. ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ആക്ച്വലി ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള നല്ലൊരു വഴിയാണ്. അത് ഒരു ലവ് ലാംഗ്വേജ് ആയിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഓരോ ആളുകളും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ടൈപ്പ് ഓഫ് ഗിഫ്റ്റാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ആ ആളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ആ ആളുടെ ഇഷ്ടങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ പറഞ്ഞു വിലയിലൊന്നും അല്ല കാര്യം, പകരം ഇവിടെ ഐഡിയ എന്ന് പറയുന്നത് ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ആൻഡ് അതെങ്ങനെ മേടിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാക്കുന്നു, എങ്ങനെ നമ്മൾ ആ ഗിഫ്റ്റ് അവർക്ക് പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇടയ്ക്കൊക്കെ നിങ്ങളുടെ പാർട്ട്ണറിന് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റുകളൊക്കെ കൊടുത്തു നോക്കി. അപ്പോൾ അവരുടെ മുഖത്ത് വരുന്ന സന്തോഷം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിരിക്കും. ഫിസിക്കൽ ടച്ച് ഈസ് എ പവർഫുൾ സൈൻ ഓഫ് അഫെക്ഷൻ. സ്നേഹത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫിസിക്കൽ ടച്ച്. സപ്പോസ് നിങ്ങളുടെ പാർട്ട്ണറുടെ പ്രൈമറി ലവ് ലാംഗ്വേജ് ഫിസിക്കൽ ടച്ച് ആണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അവരുടെ കൈ പിടിക്കുക, കിസ് ചെയ്യുക, ഹഗ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അവർക്ക് പ്ലഷർ നൽകുന്ന കാര്യം എന്താണോ അത് നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്കത് അവരോട് ചോദിക്കുകയും ചെയ്യാം. എന്താണ് അവർക്ക് ഹാപ്പിനെസ് നൽകുന്നത്, കംഫർട്ട് നൽകുന്നത്, പ്ലഷർ നൽകുന്നത്, അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതുപോലെ ചെയ്യുക. ആൻഡ് ഇത് ഒരാൾ മാത്രം ചെയ്യേണ്ട കാര്യമല്ല, രണ്ടുപേരും പരസ്പരം ചെയ്യേണ്ട ഒരു കാര്യമാണ്. എക്സ്പ്രസ് യുവർ ലവ് ത്രൂ വർക്ക്. നിങ്ങളുടെ പാർട്ട്ണറോടുള്ള നിങ്ങളുടെ ഇഷ്ടം എക്സ്പ്രസ് ചെയ്യാനുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത്. നിങ്ങളുടെ പാർട്ട്ണറിന് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ടാസ്കുകൾ ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾ ചെയ്തു കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, അവർക്ക് പാത്രം കഴുകാൻ ഇഷ്ടമല്ല എന്ന് വിചാരിച്ചോ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അവർക്ക് വേണ്ടി അത് ചെയ്തു കൊടുക്കുക. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ. ഇത്തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ജോലികൾ വരുമ്പോൾ അത് നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. അതും എത്രയും നേരത്തെ ചെയ്തു കൊടുക്കുന്നോ അത്രയും നല്ലത്. ഇത് കൺവേ ചെയ്യുന്നത് എന്താണ്? നിങ്ങൾ അവർക്ക് വേണ്ടി കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതും അവർ ചോദിക്കാതെ നിങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഞാൻ നിനക്കിത് ചെയ്തു തരണോ എന്ന് ചോദിക്കുന്നതിന് പകരം ഞാൻ നിനക്കിത് ചെയ്തു തരാം എന്ന് പറയാം, എന്നിട്ട് ചെയ്യാം. പിന്നെ ഇവിടെ വേറൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ നിങ്ങൾ ഈ ട്രഡീഷണൽ ജെൻഡർ റോൾസ് ഒക്കെ ഉണ്ടല്ലോ, അടുക്കളപ്പണി പെണ്ണുങ്ങൾക്ക്, ഓഫീസ് പണി ആണുങ്ങൾക്ക്, അങ്ങനെയുള്ള ജെൻഡർ വേർതിരിവുകളൊക്കെ നിങ്ങളൊന്ന് മാറ്റി വയ്ക്കുക. ആ കാലമൊക്കെ കഴിഞ്ഞു. ബി എ റിയൽ മാൻ, ബി എ റിയൽ വുമൺ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് ദ 5 ലവ് ലാംഗ്വേജസ് എന്ന ബുക്കിലെ ചില കീ പോയിന്റ്സ്. നിങ്ങൾക്ക് ഈ ബുക്ക് വായിക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാങ്ങിക്കാം. അഫിലിയേറ്റഡ് ലിങ്കാണ്, സോ എനിക്കും ചെറിയൊരു കമ്മീഷൻ കിട്ടും. എനിവേ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 15 ലൈഫ് ലെസൺസ് എന്തൊക്കെയാണ് എന്നറിയാനായിട്ട് ലെഫ്റ്റ് വീഡിയോ ക്ലിക്ക് ചെയ്യാം. സെൽഫ് കോൺഫിഡൻസിനെ പറ്റിയിട്ട് അറിയാനായിട്ട് റൈറ്റ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ നൈസ് ഡേ.